പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ നിർണായകമായ നീക്കത്തിന് ഒരുങ്ങുകയാണ് അമേരിക്ക. ഉപരോധം നിലനിൽക്കുന്ന ഇറാന്റെ വിദേശ ആസ്തികൾ ഗൾഫ് രാജ്യങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നതായാണ് വിവരം. നിലവിൽ 24,000 കോടി ഡോളറിന്റെ ഇറാനിയൻ ആസ്തികളാണ് അമേരിക്കയുടെ ഉപരോധ പട്ടികയിലുള്ളത്. അതേസമയം ഈ ആഗോള സാഹചര്യങ്ങൾ ഇന്ത്യൻ വിപണിയെയും ബാധിക്കുമെന്നാണ് സൂചന. ഗിഫ്റ്റ് നിഫ്റ്റി 1.5% ഇടിവിലാണ് വ്യാപാരം തുടരുന്നത്. കഴിഞ്ഞ വ്യാപാര ദിവസങ്ങളിൽ സെൻസെക്സ് 74,243.34 എന്ന നിലയിലും നിഫ്റ്റി 23,366.70 എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തത്. റിസർവ് ബാങ്ക് നടപ്പു സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് 6.6% വെട്ടിക്കുറച്ചിട്ടുണ്ട്. പണപ്പെരുപ്പ സാധ്യത 5.1% ഉയർത്തുകയും ചെയ്തു. US വിപണിയിൽ വെള്ളിയാഴ്ച വലിയ വിൽപ്പന സമ്മർദ്ദമുണ്ടായി. നാസ്ഡാക്ക് സൂചികയിൽ 4%-ഓളവും S&P സൂചികയിൽ 2.64% ഇടിവ് രേഖപ്പെടുത്തി. ഇത് 2025 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ക്രൂഡ് ഓയിൽ വിലയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഞായറാഴ്ച നടക്കുന്ന ഒപെക് യോഗത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.